മെറ്റാ ആഡ്സിൽ നിങ്ങളുടെ ബ്രാൻഡുകൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ബ്രാൻഡിലേക്ക്, അതായത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകളെ എത്തിക്കാം എന്നുള്ളതാണ്. അതായത് ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളെ എങ്ങനെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ട്രാഫിക് ക്യാമ്പയിൻ എന്നുള്ളത്. നമസ്കാരം, ഞാൻ മുബാറക് CJ. മെറ്റാ ആഡ്സ് ഫ്രീ കോഴ്സ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ട്രാഫിക് ക്യാമ്പയിൻ എന്ന് നോക്കാം. നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ പരസ്യത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. ഞാൻ അതിനെ എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുക എന്നുള്ള ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും പറഞ്ഞുതരാം. ഒരു 1000 ആളുകളിലേക്ക് നിങ്ങളെ പരസ്യം എത്തി. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1000 ആളുകളിലും തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യൂല. മാത്രമല്ല, അതിൽ ചിലപ്പോൾ 1000 ആളുകൾ 900 ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല നിങ്ങളെ പ്രൊഡക്റ്റിനോടോ സർവീസിനോടോ. അപ്പൊ നിങ്ങൾ ഈ 1000 ആളുകളിലേക്ക് പരസ്യം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നഷ്ടമല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? താല്പര്യമുള്ള 100 ആളുകളെ നിങ്ങൾ കണ്ടെത്തുക. ഈ താല്പര്യമുള്ള 100 ആളുകളെ എങ്ങനെ കണ്ടെത്തുക? അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക് ക്യാമ്പയിൻ പോലുള്ള ക്യാമ്പയിനുകൾ ചെയ്യുന്നത്. ഈ 100 ആളുകൾ കണ്ടെത്തി കഴിഞ്ഞാലും അതിൽ ഒരു പക്ഷേ 10 ആളുകളായിരിക്കും പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക. അപ്പൊ ഈ 100 ആളുകളെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ അതിനാണ് ഈ ട്രാഫിക് ക്യാമ്പയിൻ ഉള്ള ക്യാമ്പയിൻ ചെയ്യുന്നത്. ട്രാഫിക് ക്യാമ്പയിൻ നിങ്ങൾക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രാഫിക് കൊണ്ടുവരാം, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ വിസിറ്റ് ക്യാമ്പയിൻ കൊണ്ടുവരാൻ പറ്റും. രണ്ടാമതായിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 2-3 രീതിയിൽ നമ്മൾ കൊണ്ടുവരും. ചില ആളുകൾ ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവരും, ചില ആളുകൾ ഒരു e-commerce സ്റ്റോറിന്റെ കളക്ഷൻ പേജിലേക്കും കൊണ്ടുവരും. ഈ 2 രീതിയിലും ചെയ്യും. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളൊരു IELTSന്റെ ഒരു സെന്റർ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, IELTSന്റെ കോച്ചിങ് സെന്റർ നടത്തുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ നേരിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് പകരം ഇപ്പോൾ IELTSന്റെ ഒരു ബ്രാൻഡഡ് കിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗൈഡ്, അത് ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു PDF അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾ എന്ത് ചെയ്യാണ്, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ 1000 ആളുകളിൽ നിന്ന് IELTSന് പ്രിപ്പയർ ആവുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്ലാസ്, ഡെമോ ക്ലാസ് കാണാനും അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു PDF എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ആ ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മെത്തേഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഈ ട്രാഫിക് ക്യാമ്പയിനുള്ള ക്യാമ്പയിനുകൾ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെടുത്തൊരു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ കളക്ഷനെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാ കളക്ഷനും കാണിക്കുന്ന രീതിയിലുള്ള ഒരു റീൽസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കളക്ഷൻ പേജിന്റെ ലിങ്ക് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷൻ പേജിലേക്ക് ആളുകൾ വന്നിട്ട് അത് നോക്കാനും അത് പർച്ചേസ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലുണ്ടാവും. പിന്നെ ഇതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത ആളുകളെ, അല്ലെങ്കിൽ ആ ക്ലാസ് ഫുള്ള് വാച്ച് ചെയ്ത ആളുകളെ, അതല്ലെങ്കിൽ കളക്ഷൻ പേജിലാണെന്നുണ്ടെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ആളുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് അവരെ മാത്രം റീടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് റൺ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക് ക്യാമ്പയിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് വെറുതെ വെബ്സൈറ്റിലേക്ക് ആൾ കൊണ്ടുവരിക എന്നുള്ളതല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജംഗിൾ ക്ലിക്സ് വരിക എന്നുള്ളത്. അതായത് വെറുതെ ആവശ്യമില്ലാത്ത ക്ലിക്കുകളുടെ എണ്ണം കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. ലോഡിംഗ് ഉണ്ടാവരുത്, പേജ് ലോഡിംഗ് കുറയണം. മറ്റേന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ആവാൻ അവർ എക്സിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിന്റെ പെർഫോമൻസിനൊക്കെ ബാധിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പരസ്യത്തിൽ എന്താണോ കാണിച്ചിട്ടുള്ളത് അതേപോലത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളെ ലാൻഡിംഗ് പേജിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് ഒന്ന്, പക്ഷേ ഞാൻ പേജിൽ പോയി നോക്കുമ്പോൾ മറ്റൊന്ന്, ആ രീതിയിലും വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഒരുപാട് ജംഗിൾ ക്ലിക്സ് പോലുള്ള ആവശ്യമില്ലാത്ത ക്ലിക്കുകളൊക്കെ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഒരു ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എങ്ങനെ നമുക്ക് ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജിലേക്ക് വരും. നമ്മൾ ഇങ്ങനെ ഓൾറെഡി ആഡ്സ് അക്കൗണ്ടൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫേസ്ബുക്ക് പേജിൽ എവിടെയാണ് ആഡ്സ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളതൊക്കെ മുൻപുള്ള വീഡിയോകളിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് കാണാത്തത്. നിങ്ങൾ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റാ ആഡ്സ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2026 എന്ന് പറഞ്ഞുള്ള ഒരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നമ്മുടെ ഈ ഒരു സീരീസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ടാഗ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് എന്ന് കാണാൻ പറ്റും. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ കഴിഞ്ഞ വീട്ടിൽ അവയർനെസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കി നമ്മൾ ട്രാഫിക് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ട്രാഫിക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ട്രാഫിക് ക്യാമ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രാഫിക് ക്യാമ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ഒരുപാട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ലിങ്ക് ക്ലിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് PDF ഡൗൺലോഡിങ്ങിൻ്റെ ഒരു കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്സ് കൊടുക്കാം. പിന്നെ ലാൻഡിംഗ് പേജ് വ്യൂവിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. കൂടാതെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ളതിനും. ലാൻഡിംഗ് പേജ് വ്യൂവിൻ്റെ എക്സാമ്പിളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പേജിലേക്ക് കൊണ്ടുവരിക, അവിടുന്ന് വീണ്ടും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞില്ല. അതൊക്കെ ലാൻഡിംഗ് പേജിനാണ് ഉപയോഗിക്കുക. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാറുണ്ട്, കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിൽ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ വിചാരിച്ചത്ര വ്യൂസോ റീച്ചോ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാമ്പയിനാണ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പം ആളുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ട് നോക്കാനും നിങ്ങൾ ആ ഒരു പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫോളോ ചെയ്യാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രയൽ ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ലാൻഡിംഗ് പേജ് വ്യൂവിനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്തതാണ്. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേജിൽ നല്ല രീതിയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിചാരിച്ചത്ര നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ റീച്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ഒരു ക്യാമ്പയിന് റൺ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പം നിങ്ങളുടെ പ്രൊഫൈലിലേക്കായിരിക്കും വിസിറ്റിംഗ് വരിക. അപ്പോൾ ആളുകൾ വന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് അത് മുഖാന്തരം സെയിൽസ് വരാനും ഫോളോവേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കറക്റ്റ് നീച്ചിലുള്ള ഫോളോവേഴ്സാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ട്രാഫിക്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാനുവൽ ട്രാഫിക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ വീണ്ടും സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്യാമ്പയിൻ നെയിം കൊടുക്കും. ക്യാമ്പയിൻ നെയിമൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പയിൻ നെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പയിൻ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പയിൻ ബഡ്ജറ്റും കൊടുക്കാം, ആഡ് സെറ്റ് ബഡ്ജറ്റും കൊടുക്കാം. ആഡ് സെറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമ്പയിൻ ബഡ്ജറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ക്യാമ്പയിൻ ബഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതായത് ഈ മുകളിലുള്ള സെക്ഷനിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരൊറ്റ ബഡ്ജറ്റ് ആയിരിക്കും. മറിച്ച് ആഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ആഡ് സെറ്റിൻ്റെ ഈ ആഡ് സെറ്റ് നമുക്ക് എത്രയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ന്യൂ ട്രാഫിക് ആഡ് പോലെ ഇതുപോലെ 3 ആഡ് നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സെറ്റായിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 സെറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തേണ്ടതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് സെറ്റ് ബഡ്ജറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. കാരണം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വീഡിയോകളിലൊക്കെ ഈ ആഡ് സെറ്റ് ബഡ്ജറ്റ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആ ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വേറെ ഒന്നും ഇവിടെ ചെയ്യണം. ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് നേരെ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ അതായത് ഡൗൺലോഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം നമ്പർ ഓഫ് ലാൻഡിംഗ് പേജ് വ്യൂസ് ഉണ്ട്, അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് കൂട്ടാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നുള്ള ഈ ഒരു പ്രൊഫൈൽ വിസിറ്റിനത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വ്യൂസ് കൂട്ടാം, അതായത് ഇൻസ്റ്റാഗ്രാമിലും കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് കൂടെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഫേസ്ബുക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അത് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമും വരും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ആ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണുക. പിന്നെ ഇതിൽ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഉപയോഗിക്കാറില്ല. കൂടുതലും വെബ്സൈറ്റും അതുപോലെ ഇൻസ്റ്റാഗ്രാമാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് കൊടുത്താലും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് URL എൻ്റർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം വെബ്സൈറ്റ് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ നെക്സ്റ്റ് അടിക്ക് പോകുന്നത്. ബഡ്ജറ്റ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ആ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബഡ്ജറ്റ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡെയിലി ബഡ്ജറ്റ് എത്രയാണോ ആ ഡെയിലി ബഡ്ജറ്റ് ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ 800 രൂപ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം. എൻഡ് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേപോലെ സ്റ്റാർട്ടിങ് ടൈമും കൊടുക്കാം. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ടെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എഡിറ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേരള എന്ന് കൊടുക്കുകയാണ്.
വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യണം. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ഏജ് കാര്യങ്ങളൊക്കെ ഒരു സജഷൻസ് ഇവിടെ കൊടുക്കുക. ഞാൻ 20 മുതൽ ഒരു 50 വരെയുള്ള ആളുകളിലേക്കാണെന്നുള്ള രീതിയിൽ. പിന്നെ ജെൻഡർ കൊടുക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആളുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നത് മാക്സിമം 3 നമ്പേഴ്സ് വരെയൊക്കെ കൊടുത്താൽ മതി. ഇത്ര ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലാണ്, ഈ ആഡിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, അതിന് പോസ്റ്റർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളോട് പേജ് സെലക്ട് ചെയ്യാൻ, ഇൻസ്റ്റഗ്രാം പേജ് സെലക്ട് ചെയ്യാൻ ഒക്കെ ആണ് ഇവിടെ മുകളിൽ പറയുന്നത്. തൊട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചോദിക്കും ആഡ് സെറ്റപ്പ്. ഇതിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആഡ് ഉണ്ട്, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഉണ്ട്. ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാനില്ല, പകരം യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റാണ് ചെയ്യുന്നത്. യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും സെലക്ട് പോസ്റ്റ് എന്ന് ചോദിക്കും. സെലക്ട് പോസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് ചോദിക്കും കോൾ ആക്ഷൻ ബട്ടൺ എന്താണ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ നമുക്ക് ഈ URL എവിടെയാണ് ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ കൊടുക്കണം. അപ്പം ഇവിടെയാണ് നമുക്ക് ആ ഒരു URL കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു URL കൊടുത്തു. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ചേഞ്ച് ആക്ഷൻ ബട്ടൺ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ ആക്കണമെങ്കിൽ കോൾ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം അപ്ലൈ നൗ ബട്ടൺ. ഏത് രീതിയിലാണ് വേണ്ടത്, വെബ്സൈറ്റ് URL വേണമെങ്കിൽ ഇവിടെ വെബ്സൈറ്റ് URL കൊടുക്കും. പിന്നെ വെബ്സൈറ്റ് ഇവൻറ്റ്, ഇതെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യണം. ഈ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കുകളൊക്കെ നിങ്ങൾക്ക് റീമാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വെബ്സൈറ്റ് ഇവൻറ്റ് ടിക്ക് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവില്ല, കാരണം പിക്സൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുള്ളൂ. പിക്സൽ ഇൻറ്റിഗ്രേഷൻ്റെ വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്നുണ്ട്. ആ സമയത്ത് പിക്സൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വിശദമായി ഞാൻ പറയും. പിക്സൽ ഇൻറ്റിഗ്രേഷന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അത് ബിസിനസ് മാനേജറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്സൽ ഇൻറ്റിഗ്രേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വെബ്സൈറ്റ് ഇവൻറ്റ് സെറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ട്രാഫിക് ചെയ്യുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെബ്സൈറ്റ് ഇവൻറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് നേരെ പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രോസസ്സിങ്ങിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ക്യാമ്പയിന് ആക്റ്റീവ് ആവും. അപ്പോൾ ഈ രീതിയിലാണ് ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുക. ഈ രീതിയിലാണ് ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. കൂടുതലായിട്ടുള്ള സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.